ഇത് നിലനിൽക്കുന്നത് പലതും തെറ്റിദ്ധാരണകളാണ്. ചില ലൈംഗിക ആഭിമുഖ്യമുള്ളവരിൽ മാത്രമേ എയ്ഡ്സ് കാണപ്പെടാറുള്ളൂ എന്നതാണ് അതിൽ പ്രധാനം. മനുഷ്യർക്കിടയിൽ വേർതിരിവുകൾ പലതുമുണ്ടെങ്കിലും വൈറസുകളുടെ കാര്യത്തിൽ അത്തരമൊരു സ്വഭാവമില്ല. വൈറസ് ബാധയ്ക്കുള്ള സാധ്യത ഏതൊരു മനുഷ്യനിലും തുല്യമാണ്. മറ്റൊന്ന് HIV ബാധ ഗർഭധാരണത്തെ ബാധിക്കുമെന്നതാണ്. HIV ഒരു തരത്തിലും ഗർഭധാരണത്തെ ബാധിക്കുകയില്ല. രോഗത്തിന് ചികിത്സയില്ല എന്നതും HIV പോസിറ്റീവായാൽ ജീവിതം അവസാനിച്ചു എന്നതും സത്യമല്ല. എയ്ഡ്സ് ആദ്യമായി പടർന്നു പിടിച്ച സമയങ്ങളിൽ ചികിത്സയുടെ അഭാവം ഉയർന്ന മരണനിരക്കിന് കാരണമായിരുന്നു. എന്നാൽ ഇന്നത്തെ സാഹചര്യം തികച്ചും വ്യത്യസ്തമാണ്. കൃത്യമായ ചികിത്സ നടത്തുകയാണെങ്കിൽ എയ്ഡ്സ് എന്ന രോഗാവസ്ഥയിലേക്ക് പോവാതെ നോക്കാം. HIV പോസിറ്റീവായാൽ അതിനുള്ള ചികിത്സയ്ക്കും സമൂഹത്തിൽ കൃത്യമായ അവബോധം സൃഷ്ടിക്കാനും കേരള സർക്കാരിന്റെ വിവിധ സേവനങ്ങൾ നിലവിൽ ലഭ്യമാണ്. കേരള സ്റ്റേറ്റ് എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റിയുടെ കീഴിൽ സുരക്ഷ, ജ്യോതിസ്, പുലരി, ഉഷസ് എന്നീ പൊതുജനങ്ങൾക്ക് ഉപയോഗപ്പെടുത്താവുന്ന പല സേവനങ്ങളും ഇന്ന് ലഭ്യമാണ്. ജ്യോതിസ് പ്രോഗ്രാമിൽ സർക്കാർ ജില്ലാ ആശുപത്രികൾ, മെഡിക്കൽ കോളേജുകൾ, ജനറൽ ആശുപത്രികൾ തുടങ്ങിയ സർക്കാർ ആശുപത്രികളിൽ HIV ടെസ്റ്റ്, കൗൺസിലിംഗ് എന്നീ സേവനങ്ങൾ ലഭ്യമാണ്. ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമോ സ്വന്തം ഇഷ്ടപ്രകാരമോ ഈ സേവനങ്ങൾ ഉപയോഗപ്പെടുത്താം. വ്യത്യസ്തമായ ലൈംഗിക ആഭിമുഖ്യമുള്ളവരിൽ HIV പടരാതിരിക്കാനുള്ള മാർഗങ്ങൾ സൃഷ്ടിക്കുന്ന പദ്ധതിയാണ് സുരക്ഷ. നിലവിൽ HIV പോസിറ്റീവ് ആയിട്ടുള്ളവർക്ക് മികച്ച ചികിത്സ നൽകുക, ജീവിത നിലവാരം മെച്ചപ്പെടുത്തുക എന്നീ സേവനങ്ങൾ നൽകുന്ന പ്രോഗ്രാമാണ് ഉഷസ്. HIV പറ്റിയുള്ള മിഥ്യാധാരണകൾ ഒഴിവാക്കാനും കൃത്യമായ അവബോധം സൃഷ്ടിക്കാനും ഇൻഫർമേഷൻ എഡ്യൂക്കേഷൻ കമ്മ്യൂണിക്കേഷൻ എന്ന സേവനവും ലഭ്യമാണ്. ഈ സർക്കാർ സേവനങ്ങൾ ഉപയോഗപ്പെടുത്തുന്നതിൽ യാതൊരുവിധ മടിയും കാണിക്കേണ്ടതില്ല. HIV ഒരു കുറ്റമായി കാണേണ്ടതുമില്ല. ജിമ്മുകളിലെ ഉപകരണങ്ങളുടെ പൊതുവായ ഉപയോഗം, ഷെയ്ക്ക് ഹാൻഡ് നൽകുന്നത്, സംസാരിക്കുന്നത്, കെട്ടിപ്പിടിക്കുന്നത് അതുവഴിയൊന്നും HIV പടരില്ല. HIV ബാധിതരെ സമൂഹത്തിൽ നിന്നും അകറ്റി നിർത്തുന്നത് അത്യന്തം മനുഷ്യത്വരഹിതമായ പ്രവൃത്തിയാണ്. പലകുറി പറഞ്ഞതാണെങ്കിലും വീണ്ടും പറയേണ്ടി വരുന്നത് സമൂഹത്തിന്റെ മാറാത്ത മനോഭാവം കൊണ്ട് മാത്രമാണ്. നമ്മളോടൊപ്പം ഏറ്റവും പ്രധാനപ്പെട്ട ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കാൻ ഏറ്റവും ആധികാരികമായി പറയാൻ ഉള്ള മുൻ ഡെപ്യൂട്ടി ഡയറക്ടറാണ് കേരള സ്റ്റേറ്റ് എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റിയുടെ ഡോക്ടർ യാമിനി തങ്കച്ചി ചേരുന്നുണ്ട്. നമസ്കാരം മാഡം, ഗുഡ് മോർണിംഗ്. നമ്മളിപ്പോൾ നമ്മുടെ ഈ വിശദമായി തന്നെ നമ്മുടെ ഈ വാർത്തയിൽ ഇപ്പോൾ പറഞ്ഞ വിശദീകരണത്തിൽ ഏതാണ്ട് എല്ലാ കാര്യങ്ങളും അടങ്ങിയിട്ടുണ്ട് എങ്കിൽ പോലും ഇതിന്റെ ഒരു ഭീതി, ഒരു ഭീഷണിയൊക്കെ വല്ലാതെ കുറഞ്ഞിട്ടുണ്ട്. പഴയ കാലങ്ങളെ പോലെ അധികം കേൾക്കുന്നില്ല ഈ രോഗത്തെക്കുറിച്ച് എങ്കിൽ പോലും നമുക്കിത് പൂർണ്ണമായും സമൂഹത്തിൽ നിന്ന് മാറി നിൽക്കുന്നു എന്ന് പറയാറായിട്ടില്ലല്ലോ, അല്ലെ? അതിനുള്ളൊരു പ്രയത്നത്തിലല്ലേ നമ്മൾ? അതെ 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 ഒരു ക്യൂർ ഇതുവരെ ഉണ്ടായിട്ടില്ല. പക്ഷെ ഒരു നോർമൽ വേറെ ഏത് ക്രോണിക് ആയിട്ടുള്ള ലൈഫ് സ്റ്റൈൽ ഡിസീസ്, അതായത് ഡയബറ്റീസോ ഹൈപ്പർ ടെൻഷനോ ഒക്കെ പോലെ തന്നെ മരുന്ന് കഴിച്ച് കറക്റ്റ് ആയിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നോർമൽ ആയിട്ട് ജീവിക്കാൻ പറ്റും, ജോലി ചെയ്യാൻ പറ്റും. മരുന്ന് കഴിച്ച് നമ്മുടെ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസും വെച്ചിട്ട് സാധാരണ ലൈഫ് സ്പാനിന്റെ അത്രയും തന്നെ നമുക്കും ജീവിക്കാൻ പറ്റും HIV അണുബാധ ആയിരുന്നാൽ. ഞാൻ മനസ്സിലാക്കുന്നത് ലോകത്ത് HIV ഇന്ന് ലോക എയ്ഡ്സ് ദിനമാണ്. HIV ആളുകളുടെ എണ്ണം കുറയുന്നുണ്ട് എങ്കിൽ പോലും നമ്മുടെ കേരളത്തിൽ, പ്രത്യേകിച്ച് തിരുവനന്തപുരത്തൊക്കെ ഇതിന്റെ ഒരു പെർസെന്റേജിൽ വലിയ വ്യത്യാസം, അല്പം ലോക ആവറേജിനേക്കാളും വ്യത്യാസമുണ്ട് എന്നുള്ള കണക്കൊക്കെ പുറത്തു വരുന്നുണ്ട്. അപ്പൊ അതിനുള്ള ഒരു കാരണമായി മനസ്സിലാക്കുന്നത് എന്തായിരിക്കാം? ഇപ്പം തിരുവനന്തപുരം എന്ന് പറയുന്നത് കേരളത്തിന്റെ ഒരു ഹൈ പ്രിവലൻസ് വന്നിരിക്കുന്ന ഒരു ഡിസ്ട്രിക്റ്റ് ആയിട്ട് മാത്രമേ മാറിയിട്ടുള്ളൂ. പക്ഷെ ഓവറോൾ കേരളത്തിന്റെ പ്രിവലൻസ് ഇന്ത്യയിലെ ഏറ്റവും കുറവാണ്. 0.07 ആണല്ലേ അതിന്റെ സാന്ദ്രത? 0.07. പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നത് 0.02 ആണ് ഈ ഇന്ത്യയിലെങ്കിൽ കേരളത്തിൽ 0.07 ആണ്. അങ്ങനെ ഒരു കണക്കുണ്ട് അല്ലേ? അതെ, 0.22 ആണ് ഇന്ത്യയില്, 0.07 ആണ് കേരളത്തില്. ലോവസ്റ്റ് പ്രിവലന്റ് ആണ് കേരളം. അത് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. പക്ഷെ നമ്മുടെ സർവൈലൻസ് നടത്തുമ്പോഴത്തേക്ക് ഏത് ഡിസ്ട്രിക്റ്റിലാണ് കുറച്ച് ഹൈ ആയിട്ട് കാണുന്നത് എന്ന് നോക്കുമ്പോഴത്തേക്ക് ഒരു ഹൈ പ്രിവലന്റ് ഡിസ്ട്രിക്റ്റ് ആയിട്ട് വരുന്നത് തിരുവനന്തപുരമാണ്. ഇതിപ്പോ ഈ പുതിയ കാലത്ത് ഏത് ആർക്കിടയിലാണ് ഇതിന്റെ ഒരു ഇപ്പോൾ കൂടുതലായി കാണപ്പെടുന്നത്? അങ്ങനെ ഒരു കണക്കുണ്ടോ? നമ്മൾ പൊതുവെ നോക്കുമ്പോഴത്തേക്ക് നമ്മുടെ നമ്പേഴ്സ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പൊ നമുക്ക് ART സെന്റർ എന്ന് പറയുന്നത് ആന്റി റെട്രോ വൈറൽ തെറാപ്പി കൊടുക്കുന്ന സെന്റേഴ്സ്, ഇതിന് വേണ്ടിയിട്ടുള്ള മരുന്ന് കൊടുക്കുന്ന സെന്റേഴ്സ്, അവിടെ നമുക്ക് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഓൾമോസ്റ്റ് 17,000 ആൾക്കാരാണ്. 17,000 ആൾക്കാരാണ്. കേരളം മുഴുവനാണോ മാഡം? കേരളം മുഴുവൻ 17,000 ആൾക്കാരാണ് അവിടെ നമുക്കിപ്പോ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്.
അപ്പൊ ആ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ആൾക്കാർ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പോസിറ്റീവായ ഒരു വർഷത്തിൽ പോസിറ്റീവായ ആൾക്കാർ നോക്കുമ്പോൾ മെജോറിറ്റി നമ്മുടെ ജനറൽ കമ്മ്യൂണിറ്റിയാണ്. അതായത് ഞാനും നിങ്ങളും പോലത്തെ ജനറൽ ആയിട്ടുള്ള കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാരാണ്. പക്ഷെ നമ്മൾ ഏത് കമ്മ്യൂണിറ്റിയിലാണ് ഏറ്റവും കൂടുതൽ വന്നിരിക്കുന്നത്, ഏറ്റവും കൂടുതൽ പെർസെന്റേജ് വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞ് നമ്മൾ കമ്മ്യൂണിറ്റി വേർതിരിച്ച് നോക്കിയാൽ, കമ്മ്യൂണിറ്റി വേർതിരിക്കുന്നത് ഹൈ റിസ്ക് ഗ്രൂപ്പ് ഉണ്ട്. നമ്മുടെ സെക്സ് വർക്കേഴ്സ് ഉണ്ട്, മെയിൽസ് ഹാവിംഗ് സെക്സ് വിത്ത് മെയിൽ ഉണ്ട്, ഇഞ്ചക്ഷൻ ഡ്രഗ് യൂസേഴ്സ് ഉണ്ട്, ട്രാൻസ്ജെൻഡേഴ്സ് ഉണ്ട്, ട്രക്കേഴ്സ് ഉണ്ട്, മൈഗ്രൻസ് ഉണ്ട്, ജനറൽ കമ്മ്യൂണിറ്റി ഉണ്ട്. അപ്പൊ ഇവരെല്ലാവരെയും വേർതിരിച്ച് ഇവരുടെ ഉള്ളില് ആർക്കാണ് കൂടുതൽ കിട്ടിയിട്ടുള്ളത് എന്ന് നോക്കുകയാണെങ്കിൽ MSMസിലാണ് കൂടുതൽ വന്നിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഈ കണക്ക് രജിസ്റ്റർ ചെയ്തവരുടെ കണക്കാണല്ലോ ഈ 17,000. ഇത് രജിസ്റ്റർ ചെയ്യാത്തവരും ഇത് പറയാൻ ഇഷ്ടപ്പെടാത്തവരും ചികിത്സ തേടാൻ മടിക്കുന്നവരും ഒക്കെ ആയ ഒരു വിഭാഗം ഉണ്ടാവുമല്ലോ സ്വാഭാവികമായി. അവരെയാണ് നമുക്ക് ഈ ന്യൂസും ഈ ഇൻഫർമേഷനും എത്തിക്കേണ്ടത് അവരിൽ നിന്നാണ്. എന്നുവെച്ചാൽ കുറച്ച് ആൾക്കാര് ഒന്നെങ്കിൽ ഒരു റിസ്ക് ബിഹേവിയർ ചെയ്തിട്ട് അവർക്ക് അറിവ് പോലും ഇല്ല അവർ പോയി ടെസ്റ്റ് ചെയ്യേണ്ടതാണ് അല്ലെങ്കിൽ സ്ക്രീൻ ചെയ്യേണ്ടതാണെന്ന്. ആ അറിവ് പോലും ഇല്ലാത്ത ആൾക്കാരാണ് ഇതെല്ലാം കേൾക്കേണ്ടത്. രണ്ടാമത്തെ ആൾക്കാര് റിസ്കി ബിഹേവിയർ ചെയ്യുന്നുണ്ട്, പക്ഷെ പോസ്റ്റ്പോൺ ചെയ്ത് പോവുകയാണ്. വേണ്ട, ഇപ്പൊ ടെസ്റ്റ് ചെയ്യണ്ട, കുറച്ചുകൂടെ കഴിയട്ടെ, അല്ലെങ്കിലും ഇപ്പൊ എനിക്ക് വേറെ അസുഖങ്ങളൊന്നും ഇല്ലല്ലോ, അതുകൊണ്ട് എനിക്ക് ഒരു കുഴപ്പവും വന്ന് കാണില്ല എന്ന് വിചാരിച്ച് മാറ്റി വെക്കുന്ന ആൾക്കാർ കാണും. ചില ആൾക്കാര് വേണ്ട എന്ന് വിചാരിച്ചിട്ട് മാറ്റി വെക്കുന്നതായിരിക്കും. ഈ 3 ആൾക്കാരും ഇത് കേട്ടിട്ട് സ്ക്രീൻ ചെയ്യാൻ പോകണം, ടെസ്റ്റ് ചെയ്യാൻ പോകണം എന്നാണ് എന്റെ അഭ്യർത്ഥന. ഈ നമ്മൾ ഇതിന് ഈ ശരീരം കാണിച്ചു തരുന്ന ലക്ഷണങ്ങൾ കൂടി കാണുമല്ലോ എല്ലാ രോഗങ്ങളെയും പോലെ ഇതിനും, അതെന്തൊക്കെയായിരിക്കാം? അതാണ് HIV ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. HIV വൈറസ് ഒരാളുടെ ബോഡിക്കകത്ത് കയറി എന്ന് മാത്രമേ ഉള്ളൂ. ആ വൈറസ് ഉള്ളിൽ കയറിയിട്ട് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിലുള്ള ചില വൈറ്റ് ബ്ലഡ് സെൽസ് ഉണ്ട്, ലിംഫോസൈറ്റ്സ് എന്ന് പറയുന്നത്, അതിനെയാണ് നമ്മൾ CD4 എന്ന് പറയുന്നത്. ആ സെൽസ് അതാണ് നമ്മുടെ പ്രതിരോധ ശക്തി നിലനിർത്തിക്കൊണ്ട് പോകുന്ന ശരീരത്തിന്റെ. അതിനെ ഡിസ്ട്രോയ് ചെയ്ത് ആ ഡിസ്ട്രക്ഷൻ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആവുമ്പോഴാണ് ബോഡിയിൽ കുറച്ച് സിംറ്റംസ് വരുന്നത്. അത് സാധാരണ ഒരാളുടെ ഹെൽത്ത് സ്റ്റാറ്റസ് വെച്ചിട്ട് 5 തൊട്ട് 10 വർഷം വരെ എടുക്കും. അതുവരെ ആ ആളെ കണ്ട എന്നെയോ നിങ്ങളെയോ പോലെ തന്നെ ഇരിക്കും, ഹെൽത്തി ആയിട്ടിരിക്കും. അതുകൊണ്ട് അത് വെച്ചിട്ട് നമുക്ക് അറിയാൻ പറ്റില്ല ഒരാൾക്ക് ഇൻഫെക്റ്റഡ് ആയിരിക്കുകയാണ് എന്ന് അറിയാൻ പറ്റില്ല. ആ ആൾക്ക് ആദ്യം തന്നെ വേറെ എന്തെങ്കിലും അസുഖങ്ങളുണ്ട്, വല്ല ലിവർ ഡിസീസ് ഉണ്ട്, അല്ലെങ്കിൽ ക്യാൻസർ ഉണ്ട്, ഓൾറെഡി ഇമ്മ്യൂണിറ്റി കുറഞ്ഞിരിക്കുന്ന ആളാണെങ്കിൽ അയാൾക്ക് പെട്ടെന്ന് തന്നെ സിംറ്റംസ് വരും. പക്ഷെ ഒരു ഹെൽത്തി ആളാണെങ്കിൽ സിംറ്റംസ് വരാൻ കുറച്ച് താമസം വരും. അതുകൊണ്ട് ഒരാൾക്ക് ഇൻഫെക്റ്റഡ് ആയി കഴിഞ്ഞാൽ ഉടനെ തന്നെ അറിയാൻ പറ്റില്ല. അപ്പോൾ അത് എങ്ങനെയാണ് ആരാണത്? നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇതിന്റെ ടെസ്റ്റുകൾ നടത്തണം. അപ്പോൾ അത് ഇത്തരം പ്രവർത്തികൾ എന്താണ്, ഏതൊക്കെ തലങ്ങളിലുള്ള കാര്യങ്ങളാണ് ഇത്തരം ടെസ്റ്റുകളിലേക്ക് നമ്മളെ നയിക്കുന്നത് എന്നുള്ളതാണ്. ഏതൊക്കെ ജീവിതശൈലികളാണ്, ജീവിതശൈലി നയിക്കുന്നവരാണ് ഇത്തരം ടെസ്റ്റുകളിലേക്ക് പോകേണ്ടത്? ആകെ 4 രീതിയിലുള്ള ട്രാൻസ്മിഷൻ മാത്രമേ ഉള്ളൂ. ഒന്ന്, നമ്മള് സുരക്ഷിതമല്ലാത്ത ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ട, നമുക്ക് ഒരു പാർട്ട്ണർ അല്ല മൾട്ടിപ്പിൾ പാർട്ട്നേഴ്സ് ഉണ്ട്, അല്ലെങ്കിൽ നമുക്ക് അറിഞ്ഞുകൂടാത്ത സ്ട്രേഞ്ചേഴ്സുമായിട്ട് നമ്മൾ സെക്സ് ഉണ്ടായിരിക്കുന്നു, അപ്പോഴൊന്നും നമ്മൾ പ്രൊട്ടക്ഷൻ യൂസ് ചെയ്തിട്ടില്ല, കോണ്ടംസ് യൂസ് ചെയ്തിട്ടില്ല. രണ്ടാമത്തത് അമ്മയിൽ നിന്ന് കുഞ്ഞിലേക്ക് 30 തൊട്ട് 40% വരെ ചാൻസസ് ഉണ്ട് ട്രാൻസ്മിഷൻ അമ്മയിൽ നിന്ന് കുഞ്ഞിലേക്ക്. മൂന്നാമത് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ. ഇപ്പോഴത്തെ ബ്ലഡ് ബാങ്ക്സിൽ വളരെ സ്ട്രിഞ്ചന്റ് ആയിട്ടുള്ള റൂൾസ് ഉള്ളത് കൊണ്ട് ഈ രീതിയിലുള്ള ട്രാൻസ്മിഷൻ ഇപ്പൊ കാണാറേയില്ല. നാലാമത് ഇഞ്ചക്ഷൻ ഡ്രഗ് യൂസേഴ്സ്. ഒരു ഡ്രഗ് യൂസർ ഉപയോഗിച്ച ഇഞ്ചക്ഷൻ അതേ നീഡിലും വെച്ചിട്ട് നമ്മൾ അടുത്ത ഡ്രഗ് എടുത്ത് നമ്മുടെ വെയിലിലോട്ട് നേരിട്ട് കുത്തുമ്പോൾ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള നീഡിൽസ് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് വരാൻ സാധ്യതയുണ്ട്. ഈ 4 കാര്യങ്ങളാണ് ട്രാൻസ്മിഷന്റെ കാര്യങ്ങൾ. ഈ 4 കാര്യങ്ങൾ നമ്മൾ ഫേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലൈഫിൽ അത് ഏറ്റവും കൂടുതൽ അറിയാനുള്ളത് നമുക്ക് തന്നെയാണ്. എക്സെപ്റ്റ് ഫോർ ഇപ്പൊ പ്രഗ്നൻസിയിൽ ചിലപ്പം ഹസ്ബൻഡിൽ നിന്ന് ഇൻഫെക്റ്റഡ് ആയിട്ട് ഉള്ള സ്ത്രീ പ്രഗ്നൻസി സമയത്ത് മാൻഡേറ്ററി ആണ് നമ്മൾ HIV-യും ഹെപ്പറ്റൈറ്റിസും ഒക്കെ നമ്മൾ ടെസ്റ്റ് ചെയ്തിരിക്കണം. ആ സമയത്തായിരിക്കും അറിയുന്നത്. ആ സ്ത്രീ പോലും അറിഞ്ഞിട്ടില്ലായിരിക്കും. ബിക്കോസ് അവർക്ക് ഒറ്റ പാർട്ട്ണറേ ഉള്ളൂ, ഹസ്ബൻഡ്. പക്ഷെ ചിലപ്പോൾ ഹസ്ബൻഡിന് വേറെ മൾട്ടിപ്പിൾ പാർട്ട്നേഴ്സ് ഉണ്ടായിട്ടുണ്ടായിരിക്കും. അപ്പൊ അങ്ങനെയാണ് അറിയുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ ഈ റിസ്ക് ബിഹേവിയർ എല്ലാം നമുക്കറിയാം. അപ്പൊ ഇപ്രാവശ്യത്തെ നമ്മുടെ വേൾഡ് എയ്ഡ്സ് ഡേയുടെ സ്ലോഗൻ എന്ന് പറയുന്നത് ടേക്ക് ദ റൈറ്റ് പാത്ത്, മൈ ഹെൽത്ത് മൈ റൈറ്റ് എന്ന് പറയുമ്പോൾ
നമുക്ക് മാത്രമേ നമ്മൾ എന്തൊക്കെയാണ് റിസ്ക് ഫേസ് ചെയ്തിട്ടുള്ളതെന്ന് അറിയാൻ പറ്റുള്ളൂ. നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ്. നമ്മൾ അങ്ങനത്തെ ഒരു റിസ്ക് ഫേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ തന്നെ പോയി സ്ക്രീൻ ചെയ്യണം. ഏത് ICTC-യിലും ഇന്റഗ്രേറ്റഡ് കൗൺസിലിംഗ് ആൻഡ് ടെസ്റ്റിംഗ് സെന്റർ ഉണ്ട്. ഏത് ICTC-യിലും ജസ്റ്റ് ഒന്ന് കയറി പോയിട്ട് എനിക്ക് ടെസ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞാൽ മാത്രം മതി. ഒപ്പം ഈ നമ്മുടെ ചികിത്സാ രീതികളും ആധുനിക കാലത്ത് ഒരുപാട് വ്യത്യാസമുണ്ടല്ലോ അല്ലേ? ഇപ്പൊ നേരത്തെയൊക്കെ നമുക്കറിയാം പേടിക്കേണ്ട അസുഖമായിരുന്നു, ഒരുപാട് മരണങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അതിനുശേഷം ഇപ്പോൾ പുതിയ കാലത്ത് പുതിയ സംവിധാനങ്ങൾ വന്നപ്പോൾ ക്യൂറബിൾ ആയ അല്ലെങ്കിൽ കൃത്യമായ ചികിത്സയുള്ള ഒരു കാര്യമായി ഇത് മാറിയിട്ടുണ്ടല്ലോ അല്ലേ? അതെ, ഇപ്പം നേരത്തെ പറഞ്ഞ ക്യൂറബിൾ അല്ല. ഒരു പ്രാവശ്യം HIV വൈറസ് നമ്മുടെ ബോഡിക്കകത്ത് കയറിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ മരണം വരെ HIV വൈറസ് അവിടെ കാണും. പക്ഷെ നമുക്ക് വളരെ നല്ല പുതിയ ഡെവലപ്മെന്റ് വന്നിട്ട് വളരെ നല്ല മരുന്നുകളുണ്ട്. ആ മരുന്നുകൾ ഈ HIV വൈറസിനെ മൾട്ടിപ്ലൈ ചെയ്യാൻ സമ്മതിക്കില്ല, ബോഡിയുടെ പ്രതിരോധ ശക്തി കൂട്ടുകയും ചെയ്യും. ഇത് രണ്ടും കാരണം HIV വൈറസ് ഉണ്ടെങ്കിലും അത് ആക്റ്റീവായിട്ട് അതിനെ മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റില്ല. അപ്പൊ അത് ബോഡിയെ എഫക്ട് ചെയ്ത് ബോഡിയുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ കുറയ്ക്കാൻ പറ്റില്ല. അപ്പം ആ ആൾക്ക് കറക്റ്റ് ആയിട്ട് അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റും. വൈറൽ ലോഡ് എന്നാണ് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത്. എല്ലാ വർഷവും ഇങ്ങനെ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരുടെ ടെസ്റ്റ് ചെയ്യും. ആ വൈറൽ ലോഡ് സപ്രസ്ഡ് ആണോ, അതായത് 1 ml ബ്ലഡിൽ 1000-ൽ കുറവായ വൈറസ് ആണോ കാണുന്നത്, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, അങ്ങനെയും മുന്നോട്ട് പോകാം. കൂടുതലാണ് കാണുന്നെങ്കിൽ നമുക്ക് മരുന്ന് വല്ലതും മാറ്റണോ, ഡോസ് മാറ്റണോ, വേറെ ഏതെങ്കിലും എക്സ്ട്രാ മരുന്ന് കൂട്ടണോ, ഇതൊക്കെ ആയിരിക്കും നമ്മൾ നോക്കുന്നത്. പക്ഷെ അല്ലെങ്കിൽ ഒരു പ്രശ്നവും ഇല്ലാതെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. നന്ദി മാഡം. ഏതായാലും വളരെ വിശദമായി തന്നെ ഈ വിവരങ്ങൾ പങ്കുവച്ചതിന്. ഡോക്ടർ യാമിനി തങ്കച്ചിയാണ് ചേർന്നത്, മുൻ ഡെപ്യൂട്ടി ഡയറക്ടറാണ് കേരള സ്റ്റേറ്റ് എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റിയുടെ. ഒരിക്കൽ കൂടി മാഡത്തിന് നന്ദി അറിയിക്കുന്നു. നമുക്കിനി